Welcome to all once again to our online class. Today now, here we are starting a new chapter. The chapter is Seasons and Time. The chapter Seasons and Time. ഋതുഭേദങ്ങളും സമയവും എന്ന ജോഗ്രഫി പാർട്ടിലെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വിച്ച് ആർ ദ ഏരിയാസ് വി നീഡ് ടു ഡിസ്കസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ ഡിഫറെൻറ്റ് സീസൺസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ occurrence for different seasons? Okay, and the second one is revolution of the earth. What it is called as the revolution of the earth. And next one is parallelism of the earth's axis, etc. are the major parts we need to learn from beginning of the chapter. Okay, and അതായത് ഡിഫറെൻറ്റ് സീസൺസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഋതുക്കൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കാലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന സമയങ്ങളാണ് വർഷത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മാറി മാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ പരിക്രമണം. എന്തിനെയാണ് നമ്മൾ ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്? ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പാരലിസം ഓഫ് ദ എർത്ത്സ് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഈ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഭാഗത്ത് ഇന്നത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്ക ഭാഗത്ത് തന്നെ പഠിക്കുവാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു വാട്ട് ഈസ് ദ മേജർ റീസൺസ് ഫോർ ദ ഒക്യുറൻസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഋതുക്കൾ അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓക്കെ, നമുക്കറിയാം ചില സമയത്ത് നമുക്ക് നന്നായിട്ട് ചൂട് അനുഭവപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും ഏപ്രിൽ മെയ് മാസങ്ങളിൽ. അതേപോലെ തന്നെ അത്ര തന്നെ ചൂട് അനുഭവപ്പെടാത്ത സമയങ്ങളുണ്ട് അല്ലേ, ഡിസംബർ ജനുവരി സമയങ്ങളിലൊക്കെ അല്പം തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഋതുക്കൾ കാലം അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് പരിശോധിക്കാം. വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഒക്യുറൻസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺസ്? ഓക്കെ, ഇറ്റ് ഈസ് സേയിങ് ദാറ്റ് വേരിയേഷൻ ഇൻ ദ amount of sunshine are the important special feature of the different seasons. It means variation in the amount of sunshine എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്? സൺഷൈൻ, സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് വ്യത്യസ്ത കാലങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആൻസർ ദ ക്വസ്റ്റ്യൻ. What is the main reason or major reason for the occurrence of different season? Its answer is the variations in the amount of sunshine are the important special feature of the different seasons. അതായത് വ്യത്യസ്ത സീസണുകളുടെ കാലങ്ങൾ അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നതും വ്യത്യസ്ത കാലങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതും ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഓക്കെ, ആൻഡ് വി നീഡ് ടു ഡിസ്കസ് ദാറ്റ് വൈ ദീസ് ഡിഫറൻസസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, വൈ ഇറ്റ് ഈസ് നോട്ട് സെയിം ഓൾ ഓവർ ദ ടൈം. എന്തുകൊണ്ടാണ് വർഷത്തിൽ എല്ലാ ദിവസവും നമ്മൾക്ക് ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കാത്തത്? സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം അനുഭവപ്പെടുന്നത്? അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന, ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ദ എർത്ത്സ് റെവല്യൂഷൻ ആൻഡ് ദ tilt of the axis are the reasons for this variation. The earth's revolution and the tilt of the earth's axis, these are the major reasons for the differences of the sunshine. സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. ഓക്കെ, നെക്സ്റ്റ് എന്താണെന്ന് പറയുന്നു? ടിൽറ്റ് ഓഫ് ദ എർത്ത്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഭൂമിയുടെ പരിക്രമണവും അതേപോലെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ് എന്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്? ഇങ്ങനെ സൂര്യപ്രകാശം ലഭിക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us discuss in detail. Okay, here first we are learning about the revolution of the earth.
what it is called as the revolution of the earth. അതായത് ഭൂമിയുടെ പരിക്രമണം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓർ വാട്ട് ഇറ്റ് ഈസ് കോൾഡ്, എന്തിനെയാണ് നമ്മൾ ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, വി നോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദാറ്റ് the earth revolves around the sun. We know that the earth's always revolving around the sun, and it is revolving in an elliptical orbit. എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സഞ്ചാര ദിശയെയാണ് നമ്മൾ ഇവിടെ എന്തെന്ന് പറയുന്നത്? an elliptical orbit. അർദ്ധവൃത്താകൃതിയിലാണ് ഭൂമിക്ക് ചുറ്റും എന്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്? സൂര്യൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യന് ചുറ്റും എന്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത്? ഭൂമിയുടെ സഞ്ചാരം എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ഇഫ് യു ആർ ലുക്കിംഗ് ടു ഹിയർ, ലെറ്റ്സ് സേ ദാറ്റ് ഹിയർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ സൺ. ഹിയർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ സൺ, ആൻഡ് അറൗണ്ട് ദ സൺ ദ എർത്ത് ഈസ് റിവോൾവിംഗ്. എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും വർഷം മുഴുവനും ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ്, ഏതാകൃതിയിലാണ്? ദീർഘവൃത്താകൃതിയാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാര ദിശ എന്ന് പറയുന്നത്. ഇങ്ങനെ സൂര്യന് ചുറ്റും ഭൂമിയുടെ സഞ്ചാരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നത്. എർത്ത് റെവല്യൂഷൻ ഓർ റെവല്യൂഷൻ ഓഫ് ദ എർത്ത്. ദ earth revolves around the sun in an elliptical orbit. It is called as revolution of the earth. ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും ദീർഘവൃത്താകൃതിയിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ ഭൂമിയുടെ പരിക്രമണം എന്ന് പറയുന്നു. അപ്പോൾ ഈ പരിക്രമണമാണ് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത്സ് ആക്സിസ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവിനെയാണ് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടിൽറ്റ് ഓഫ് ദ ആക്സിസിൻ്റെ മലയാളം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ വി ഓൾറെഡി ലേൺഡ് ഫ്രം ദ പ്രീവിയസ് ക്ലാസ്സസ് വാട്ട് ഇറ്റ് ഈസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത്സ് ആക്സിസ് ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഈസ് ടിൽറ്റഡ്. എത്രമാത്രം ഇത് ചരിഞ്ഞിട്ടാണ്, അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ബട്ട് വൺസ് അഗെയിൻ വി വിൽ റീക്യാപ്പ് ദാറ്റ്. നേരത്തെ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഇനി യു ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ദ ആക്സിസ് ഓഫ് ദ എർത്ത് ഈസ് ടിൽറ്റഡ് ആൻഡ് ആംഗിൾ ഓഫ് 66.5 degree ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് ഇറ്റ് ഈസ് 66.5 degree ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നു? 66.5 ഡിഗ്രിയാണ്. ഓക്കെ, 66.5 degree ഫ്രം ദ ഓർബിറ്റൽ പ്ലെയിൻ. പരിക്രമണ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലുക്കിംഗ് ഫ്രം ദ വെർട്ടിക്കൽ പ്ലെയിൻ, ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ലംബമായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, വൺസ് അഗെയിൻ ദ റീസൺ ഫോർ ദ ഒക്യുറൻസ് ഓഫ് ഡിഫറെൻറ്റ് സീസൺ ഈസ് ദ variations in the amount of sunshine, and the reason for the variations of the amount of sunshine is, first one is revolution of the earth, and the second one is the tilt of the earth's axis. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ്. ഓക്കെ, ഇങ്ങനെ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണവും അതേപോലെ തന്നെ അച്ചുതണ്ടിൻ്റെ സമാന്തരതയുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ആമുഖമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് പാർട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദ എർത്ത് മെയിൻറ്റെയിൻ ദ ടിൽറ്റ് ഓഫ് ദ ആക്സിസ് ത്രൂ ഔട്ട് ഇറ്റ്സ് റെവല്യൂഷൻ. ദ എർത്ത്
maintains its tilt throughout the revolution, and it is called as the parallelism of the Earth's axis. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, റവല്യൂഷൻ അഥവാ പരിക്രമണം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പരിക്രമണ കാലയളവിലുടനീളം നേരത്തെ പറഞ്ഞിരിക്കുന്ന അച്ചുതണ്ടിൻ്റെ ചെരിവ് ഭൂമി അതേപടി നിലനിർത്തുന്നു. അപ്പോൾ ഇതിലേത് പൊസിഷനിലാണെങ്കിലും ഭൂമിയുടെ സ്ഥാനം ഈ പരിക്രമണ കാലയളവിൽ ഏത് സ്ഥാനത്താണെങ്കിലും എവിടെയാണെങ്കിലും അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരേപോലെയായിരിക്കും. ഇങ്ങനെ അച്ചുതണ്ടിൻ്റെ ചെരിവ് ഒരേപോലെയായിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് പാരലലിസം ഓഫ് ദ എർത്ത്സ് ആക്സിസ്. ഓക്കെ, അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നു. ഓക്കെ, ദ എർത്ത് മെയിൻറ്റെയിൻഡ് ഇറ്റ്സ് ടിൽറ്റ് ഓഫ് ദ ആക്സിസ് throughout the revolution, and it is called as the parallelism of the Earth's axis. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, വി ഹിയർ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ revolution of the earth. Okay, and the question is, how much time does the earth take to complete a revolution? How much time does the earth take to complete a revolution? ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് ഭൂമിക്ക് എത്ര സമയം വേണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, already learned from the previous classes. It is 365 days. 365 days, or we can say 365 and 1/4 days. ഇത്രയും ഡേയ്സ് ആണ്, 365 ദിവസങ്ങളാണ്. പക്ഷേ പൊതുവേ നമ്മൾ എന്തെന്ന് പറയുന്നു, 365 ദിവസങ്ങളാണ് ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ആവശ്യമായി വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഐ ആസ്ക്ഡ് നൗ. ഓക്കെ, ദ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ മച്ച് ടൈം ഡസ് ദ എർത്ത് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ട സമയം എന്ന് പറയുന്നത് 365 ദിവസം അഥവാ ഒരു വർഷം എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് വൺ, ദർ ഈസ് എ സ്മോൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ലീപ്പ് ഇയർ? എന്തിനെയാണ് നമ്മളിവിടെ ലീപ്പ് ഇയർ അഥവാ അതിവർഷം എന്ന് പറയുന്നത്? അതിവർഷം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ദ മന്ത് ഓഫ് ഫെബ്രുവരി ഹാസ് 29 days. During those years, the total number of days are 366 days. It is called as a leap year. ഓക്കെ, അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മൾക്കറിയാം ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ ആ വർഷം ആകെ 366 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ 366 ദിവസങ്ങളുള്ള ആ വർഷത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിവർഷം എന്ന് പറയുന്നത്, അഥവാ ലീപ്പ് ഇയർ. ദ ഇയർ ഹാസ് 366 days. It is called as the leap year. Okay, and next part we need to understand the distance between the sun and the earth. Distance between the sun and earth, is it same all over the time, or is there any difference time to time? What is your answer? My question is, the distance between the sun and earth, is it same always, or is there any differences time to time? സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമോ, അതല്ല എല്ലാ സമയത്തും എല്ലായ്പ്പോഴും ഭൂമിയും സൂര്യനും ഒരേ അകലത്തിലായിരിക്കുമോ? Our answer is time to time the distance between the earth and sun will vary. അതായത് കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, ഋതുക്കൾക്കനുസരിച്ച് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, സം ഓഫ് ദ ഡേയ്സ് ഓർ പെർട്ടിക്കുലർ ഡേയ്സ്, ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഏതാണ്? ജാനുവരി 3 ആണ്. ഓക്കെ, ജനുവരി 3 ആണ്. ജനുവരി 3 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 147 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരിക്കും. 147 മില്യൺ കിലോമീറ്റേഴ്സ്. ഓക്കെ, distance from the sun and the earth. Okay, and the day July 4, it is the day, the farthest day between the sun and the earth. Okay, അപ്പോൾ ജൂലൈ 4, ജൂലൈ 4 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്ന് പറയുന്നു? 152 മില്യൺ കിലോമീറ്റേഴ്സ്.
147 million kilometers on January 3rd and July 4th. The distance between the sun and the earth is 152 million kilometers. Okay. ഇങ്ങനെ ഓരോ ദിവസവും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഏറ്റവും അടുത്ത് വരുമ്പോൾ ജനുവരി 3 ഏറ്റവും അകലത്തിലായിരിക്കുന്നത് ജൂലൈ 4 ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഏരിയ we need to discuss about the apparent movement of the sun. Apparent movement of the sun we need to understand. ഭൂമിയുടെ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നു. Apparent movement of the sun, it means സൂര്യൻ്റെ അയനം എന്ന് പറയുന്നു. എന്തിനെയാണ് നമ്മൾ ഇവിടെ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്? ഓക്കെ. In relation to the position of the earth, the position of the sun will vary in between Tropic of Cancer and Tropic of Capricorn. It means the position of the sun will vary in relation to the earth in between 23.5 degree north and 23.5 degree south. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമിക്ക് ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ്റെ സ്ഥാനം ഭൂമിക്ക് ആപേക്ഷികമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാറുന്നത് എത്രയെല്ലാം ഡിഗ്രികൾക്കിടയിലാണ് മാറുന്നത് എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ. അത് മാറുന്നതിനെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 23.5 ഡിഗ്രി വടക്ക് ഭാഗത്തിനും അതേപോലെ തന്നെ 23.5 ഡിഗ്രി തെക്ക് ഭാഗത്തിനും ഇടയിലാണ് സൂര്യന് ഭൂമിക്ക് അഭിമുഖമായിട്ട് അല്ലെങ്കിൽ ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മളിവിടെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അഥവാ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഓക്കെ. സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 ടേംസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ മുന്നോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നമ്മൾ പറയുന്ന 2 ടേംസ് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. എന്തിനെയാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ. ഇതിനെ എന്തെന്ന് പറയുന്നു? ഉത്തരായന രേഖ എന്ന് പറയുന്നു. ഉത്തരായന രേഖ എന്നും അതേപോലെ തന്നെ ദക്ഷിണായന രേഖ എന്നും. ഓക്കെ. പ്ലീസ് ലുക്ക് ഇൻ ടു ദ ഗ്ലോബ് ഹിയർ. ഓക്കെ. ഹിയർ യു ക്യാൻ സീ if it is the please look into the globe here. You can see here 2 parts. We can cut it as 2 parts. While we are cutting the globe as 2 parts, as 2 equal parts, one part is the upper part and the other part is the lower part. And this area is generally known as the northern hemisphere. ഈ ഭാഗത്തെ ഇങ്ങനെ കട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു പകുതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? നോർത്തേൺ ഹെമിസ്ഫിയർ, അതായത് ഒരു അർദ്ധഗോളം എന്ന് പറയുന്നു. അതിൻ്റെ താഴെയുള്ള മറ്റേ പകുതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? മറ്റൊരു അർദ്ധഗോളം എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് പൊതുവെ പറയുന്നത് ദിസ് വൺ ഈസ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദിസ് വൺ ഈസ് ദ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ. വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം എന്നും അതേപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഭൂമിക്ക് നടുവിലൂടെ ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന രേഖയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇക്വേറ്റർ എന്ന് പറയുന്നു. ഭൂമധ്യരേഖ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേറ്റർ. ഓക്കെ. ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി ഇഫ് വി ആർ മൂവിങ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ നോർത്തേൺ പാർട്ട് അറ്റ് 23.5 ഡിഗ്രി ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ആൻഡ് സെയിം വേ 23.5 degree to the south pole, it is known as the Tropic of Capricorn. അതായത് ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി വടക്കോട്ട് മാറിയാൽ കടന്നു പോകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത്. അതേപോലെ ഇക്വേറ്ററിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഭാഗത്തേക്ക് നീങ്ങിയാൽ ഇതിലൂടെ കടന്നു പോകുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതായത് ദക്ഷിണായന രേഖ എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ 2 അർദ്ധഗോളങ്ങളാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഒരു അർദ്ധഗോളം ഇതിനെ എന്തെന്ന് പറയുന്നു? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നു. ഇതിനെ എന്തെന്ന് പറയുന്നു? സദേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നു. ഓക്കെ. അപ്പോൾ നോർത്ത് ഭാഗത്ത് 23.5 ഡിഗ്രിയിലൂടെയുള്ള രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത്. സൗത്ത് പോളിൽ
23.5 ഡിഗ്രി, ആ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന് നമ്മൾ എന്ത് പറയുന്നു? ദക്ഷിണായന രേഖ എന്നും പറയുന്നു. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രേഖകൾക്കിടയിലൂടെയാണ് ഭൂമിക്ക് ആപേക്ഷികമായിട്ട് സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്? സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പാർട്ട് വി നീഡ് ടു ലേൺ അബൌട്ട് ദ 4 different position of the earth during a single revolution. 4 different positions of the earth during a single revolution. അതായത് ഒരു വർഷമാണ് ഒരു റവല്യൂഷൻ, ഒരു തവണത്തെ പരിക്രമണം പൂർത്തിയാക്കുവാൻ വേണ്ടത് എന്താണ്? ഒരു വർഷമാണ് വേണ്ടത്. ഈ ഒരു വർഷക്കാലയളവിൽ ഭൂമിക്ക് അഭിമുഖമായി സൂര്യൻ വരുന്ന 4 പൊസിഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 4 സ്ഥലം അല്ലെങ്കിൽ 4 ഏരിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദർ ഈസ് വേരിയേഷൻ ഇൻ ദ സൺലൈറ്റ് ദാറ്റ് ഫാൾസ് ഓൺ ദ എർത്ത് ഡ്യൂ ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഇറ്റ് മീൻസ് because of the apparent movement of the sun, there is variations in the sunlight falls on the earth. ഭൂമിയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടായിരിക്കും. എന്തിൻ്റെ കാരണമായിട്ട്? സൂര്യൻ്റെ അയനത്തിൻ്റെ കാരണമായി ഭൂമിയിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് the sun's rays fall vertically over one hemisphere during one half of the year. It means, or once again, the sun's rays fall vertically over one hemisphere during one half of the year and on the other hemisphere during the other half. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും, വേഗത്തിൽ മനസ്സിലാക്കാം. ഓക്കെ, this is the position of the, here it is the position of the earth, and if it is, here it is the position of the sun. If it is just above or vertically over on the equator, എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിൻ്റെ ഭൂമധ്യരേഖയുടെ നേരെ മുകളിലാണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് സൂര്യൻ്റെ സ്ഥാനമെങ്കിൽ സൂര്യനിൽ നിന്നും പതിക്കുന്ന രശ്മികൾ 2 ഹെമിസ്ഫിയറിലും ഒരേ അളവിലായിരിക്കും പതിക്കുന്നത്. ഓക്കെ, ഇഫ് ദ പൊസിഷൻ ഓഫ് ദ സൺ vertically over the equator, then the amount of sunshine falls on the earth, it is equal on the both hemisphere. 2 ഹെമിസ്ഫിയറിലും ഒരേ അളവിലായിരിക്കും എന്തനുഭവപ്പെടുന്നത്? സൂര്യപ്രകാശം പതിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് സൂര്യൻ ഇവിടെ ഇക്വേറ്ററിൻ്റെ നേരെ മുകളിലാകുന്ന സമയത്ത് എന്താണ് ഇവിടേക്ക് പതിക്കുമ്പോൾ ഈ ഹെമിസ്ഫിയറിൽ ഈ നോർത്ത് പോൾ വരെയുള്ള ഭാഗത്ത് ഇവിടേക്കും അതേപോലെ ഇവിടെ ഇക്വേറ്ററിൽ നിന്ന് സൗത്ത് പോൾ വരെയുള്ള ഭാഗത്തേക്കും ഒരേ അളവിൽ സൂര്യപ്രകാശം പതിക്കുന്നു. ഇങ്ങനെ ഒരേ അളവിൽ സൂര്യപ്രകാശം പതിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഈ 2 സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏറെക്കുറെ തുല്യമായിരിക്കുകയും ചെയ്യും. ഓക്കെ, ഒരേ അളവിലാണ് ചൂട് അനുഭവപ്പെടുക. ഓക്കെ, ആൻഡ് വാട്ട് എൽസ്? During the other half, temperature will be higher over those places where the vertical rays of the sun fall. അതായത് എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുക? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ എർത്ത് ആൻഡ് വെർട്ടിക്കലി ഓവർ ദ പൊസിഷൻ ഓഫ് ദ സൺ. ഇവിടുന്ന് ഇങ്ങനെ നേരെ സൂര്യരശ്മികൾ പതിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചൂട് അനുഭവപ്പെടുക എവിടെയായിരിക്കും? സൂര്യരശ്മികൾ നേരെ കുത്തനെ പതിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗത്തായിരിക്കും സൂര്യരശ്മികൾ നേരെ കുത്തനെ പതിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ അളവിലാണ് ചൂട് അനുഭവപ്പെടുക, നേരെ കുത്തനെ പതിക്കുന്നു. ബട്ട് ഇൻ ദ പോൾസിലേക്ക് അല്ലേ, അതായത് ധ്രുവങ്ങളിലേക്ക് എങ്ങനെയാണ് സൂര്യരശ്മികൾ പതിക്കുന്നത്? ചെരിഞ്ഞിട്ടാണ്. ദ സൺറൈസ് ഫാൾസ് സ്ലാൻഡിങ് അല്ലെ, ചരിഞ്ഞുകൊണ്ടാണ് എവിടേക്ക് സൂര്യരശ്മികൾ പതിക്കുന്നത്? ഈ 2 ധ്രുവപ്രദേശങ്ങളിലേക്കും പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് അനുഭവപ്പെടുകയില്ല? ഭൂമധ്യരേഖാ പ്രദേശത്ത് അനുഭവപ്പെടുന്ന അതേ അളവിൽ ചൂട് എവിടെ അനുഭവപ്പെടുകയില്ല? ധ്രുവപ്രദേശങ്ങളിൽ അനുഭവപ്പെടുകയില്ല. ഇറ്റ് മീൻസ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്ത് എന്നത്? ദ ടെമ്പറേച്ചർ വിൽ ബി ഹയർ ഓവർ ദോസ് പ്ലേസസ് വേർ ദ വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺസ് ഫാൾ. എവിടെയാണോ സൂര്യരശ്മികൾ നേരെ കുത്തനെ പതിക്കുന്നത് അവിടെ എന്തായിരിക്കും? ചൂട് വളരെ കൂടുതലായിരിക്കും. The temperature will be low at places where the sun's rays are slant. ചൂട് കുറവായിരിക്കും. ഓക്കെ, ആൻഡ്
Next, we need to learn about the seasons and apparent movement of the sun. Seasons and apparent movement of the sun. There are majorly 4 seasons. Okay, the 4 seasons are spring, summer, autumn and winter. എന്നിങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4 സീസൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ. These are the 4 major seasons. Okay, the 4 major seasons are, as I told you, spring, summer, autumn and winter. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം എന്നിങ്ങനെയാണ് പ്രധാനമായിട്ടുമുള്ള 4 കാലങ്ങൾ അല്ലെങ്കിൽ ഋതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് we need to learn about something about in detail. What is the reason or how it is happening the different seasons. Okay, seasonal changes are not usually very obvious in the tropical region because of the incidence of large amount of sun's rays throughout the year. It means, എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? സീസണൽ ചേഞ്ചസ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമുണ്ട് ഭൂമിയിൽ. സീസണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടാത്ത പ്രദേശങ്ങളുമുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമധ്യയോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ സീസണൽ ചേഞ്ചസ് എന്തല്ല, കാര്യമായ തോതിൽ അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഭൂമധ്യരേഖയിൽ നിന്നും 2 അർദ്ധഗോളങ്ങളിലേക്കും അല്പം മാറിയിട്ട് പിന്നീട് ധ്രുവപ്രദേശങ്ങളിൽ എത്തുന്നതിന് മുമ്പുള്ള പ്രദേശങ്ങളിലാണ് എന്ത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്, അതായത് കാലികമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ വൈ ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ദ സീസണൽ ചേഞ്ചസ് വെരി ഒബ്വിയസ്ലി ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ. എന്തുകൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സീസണൽ ചേഞ്ചസ് കാര്യമായിട്ട് അനുഭവപ്പെടാത്തത്? ഓക്കെ, ഇറ്റ്സ് ആൻസർ ഈസ് ത്രൂ ഔട്ട് ദ ഇയർ ദ ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് റിസീവിംഗ് ലാർജ് എമൗണ്ട് ഓഫ് സൺറൈസ് ഓർ സൺഷൈൻ. ഈ പ്രദേശം എന്ന് പറയുന്നത് വർഷത്തിൽ ഏറെക്കുറെ മുഴുവൻ ദിവസങ്ങളിലും ഉയർന്ന അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടുമിക്ക സമയങ്ങളിലും എന്താണ് അനുഭവപ്പെടുക? ചൂടാണ് അനുഭവപ്പെടുക. ഓക്കെ, ആൻഡ് വി നീഡ് ടു ലേൺ അബൌട്ട് ദ ഡിഫറെൻറ്റ് സീസൺസ്. ഓക്കെ, ഹിയർ ദ equal amount of sunlight is received the northern hemisphere as well as the southern hemisphere when the sun is vertically over the equator, as we discussed before. Okay, equal amount of sunshine received on the northern hemisphere and the southern hemisphere whenever the position of the sun vertically over the equator. ഇക്വേറ്ററിൻ്റെ നേരെ മേലെയാണ് സൂര്യൻ്റെ സ്ഥാനമെങ്കിൽ, ഭൂമധ്യരേഖയുടെ നേരെ മേലെയാണ് സൂര്യൻ്റെ സ്ഥാനമെങ്കിൽ 2 അർദ്ധഗോളങ്ങളിലും എന്ത് സംഭവിക്കുന്നു? ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ അപ്പാരന്റ് പൊസിഷൻ ഓഫ് ദ സൺ ഡ്യൂറിംഗ് ദ എർത്ത്സ് റെവല്യൂഷൻ വിൽ ബി ഓവർ ദ ഇക്വേറ്റർ ഓൺ March 21 ആൻഡ് September 23. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൃത്യമായിട്ട് സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിരിക്കുന്ന 2 ദിവസങ്ങളാണ് ഇതെന്നൊക്കെ പറയുന്നത് March 21 ആൻഡ് September 23. ഈ 2 ദിവസങ്ങളിൽ സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയുടെ നേർ മുകളിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? 2 ഹെമിസ്ഫിയറിലും ഒരേ അളവിൽ എന്ത് ലഭിക്കുന്നു? സൂര്യപ്രകാശം ലഭിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറിലും അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിലും 2 അർദ്ധഗോളങ്ങളിലും ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹെൻസ് ദ ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ഡ്യൂറിങ് ദീസ് ഡേയ്സ്. ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഈ 2 ദിവസങ്ങൾ, അതായത് March 21, September 23, ഈ 2 ദിവസങ്ങളിലും ഒരേ അളവിൽ 2 അർദ്ധഗോളങ്ങളിലും സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ഈ 2 ദിവസങ്ങളിലും എന്തനുഭവപ്പെടുന്നു? ഡേയുടെയും നൈറ്റിൻ്റെയും, രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഒരേപോലെയായിരിക്കും. എത്ര സമയമാണോ രാത്രിയുള്ളത് അതേ സമയം തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? രാത്രിയും ഉണ്ടായിരിക്കുക. 12 മണിക്കൂർ പകലുമായിരിക്കും, 12 മണിക്കൂർ രാത്രിയുമാണ് അനുഭവപ്പെടുക. പിന്നീട് സൂര്യൻ്റെ സ്ഥാനം
ഭൂമധ്യരേഖയുടെ മുകളിൽ നിന്നും മാറുന്നതിനനുസരിച്ചാണ് എന്തിൽ മാറ്റം ഉണ്ടാകുക? രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യത്തിൽ മാറ്റമുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യരേഖയുടെ നേർ മുകളിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം ഒരേപോലെ അനുഭവപ്പെടും. Whenever the position of the sun vertically over the equator, the length of the day and night will be equal on the in the northern hemisphere and the southern hemisphere. Okay, it is because of the position of the sun, and the position of the sun will be vertically over the equator. Okay, and these 2 days, റിമെമ്പർ. ഓക്കെ, മാർച്ച് 21 അതേപോലെ സെപ്റ്റംബർ 23 വർഷത്തിൽ ഈ 2 ദിവസങ്ങളിലാണ് ഭൂമധ്യരേഖയുടെ നേരെ മുകളിലായിട്ട് എന്തിൻ്റെ സ്ഥാനം കാണപ്പെടുന്നത്? സൂര്യൻ്റെ സ്ഥാനം കാണുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഡേയ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ, ദിസ് ഡേയ്സ് ആർ കോൾഡ് ഈക്വിനോക്സസ്. ഈ 2 ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2 അർദ്ധഗോളങ്ങളിലും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നു, രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കുകയും ചെയ്യും. ഓക്കെ, ആൻഡ് നൗ വി ഡിസ്കസ്ഡ് വൺ പെർട്ടിക്കുലർ ഡേ, March 21. Okay, March 21 is one of the equinox. Okay, and March 21 onwards, the sun apparently shifts from the equator northwards and reaches vertically over the Tropic of Cancer. അതായത് ഇവിടെയായിരുന്നു സൂര്യൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ ഇവിടെ. ഓക്കെ, ഇതാണ് ഇക്വേറ്റർ. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഇക്വേറ്ററിൻ്റെ നേർ മുകളിലായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സൂര്യൻ പിന്നീട് മാർച്ച് 21 മുതൽ, as a result of the apparent movement of the sun, the position of the sun gradually shifts from the equator to the Tropic of Cancer. To the Tropic of Cancer എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എങ്ങോട്ടാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നത്? ഓക്കെ, ഇങ്ങനെ മാറുമ്പോൾ ഇവിടെ 23.5 ഡിഗ്രി